ഹലോ! എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു ബ്രോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്ര സക്സസ് ആവുമെന്ന്. ഒരു 90% നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബ്രോസ്റ്റ് കിട്ടി ട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫുള്ള് വാങ്ങിയിട്ട് ബ്രോസ്റ്റിൻ്റെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഇത്രയും നന്നാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ പീസസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് അത്യാവശ്യം വലിപ്പത്തിന് തന്നെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോവാനായിട്ട് ആദ്യം തന്നെ വെച്ചു. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രെയിൻ ഗ്രേസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പായിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യുന്നത്. ഗ്രെയിൻ ഗ്രേസിൻ്റെ തന്നെ ചിക്കൻ ബ്രോസ്റ്റ് മിക്സാണ് ഞാൻ എടുത്തത്. ഇതിൽ അവർ പറയുന്നത് എഗ്ഗ് ഫ്രീ പ്രിപ്പറേഷൻ ആണെന്ന്. ഇതിൽ നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റിനാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി. അങ്ങനെയാണല്ലോ നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ. അതും അതുപോലെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് മാരിനേഷൻ മിക്സും ഒരെണ്ണം ബ്രെഡിങ് മിക്സും ഒരെണ്ണമാണ്, 2 പാക്കറ്റാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ടോട്ടൽ 350 ഗ്രാമോളം ഉണ്ടായിരുന്നു. 300 ഗ്രാം ബ്രെഡിങ് മിക്സും 50 ഗ്രാം മാരിനേഷൻ മിക്സും ആയിരുന്നു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങാറാണ് ചെയ്തത്. അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ആർക്കെങ്കിലും നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, അത്രയേ ഉള്ളൂ. അതിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് സൈറ്റ് വഴി കയറുകയും ചെയ്യാം. ഇതിലാണെങ്കിലും ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാരിനേഷൻ മിക്സ് ചെറിയ പാക്കറ്റാണ്, അതൊന്ന് പൊട്ടിച്ചൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ വേണമെങ്കിൽ അതിൽ കറക്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് ആവുന്ന വരെ നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു 8 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് അവർ പറയുന്നത്, ഫ്രീസറിലല്ല, താഴെ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇത് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് വൈകിട്ടാണ് തയ്യാറാക്കിയത്. ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം വേണം, ഇത് മാരിനേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. എന്നാലാണ് ആ ഒരു മിക്സൊക്കെ നമ്മുടെ മീറ്റിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനൊരു 8 മണിക്കൂറോളം ഇത് വെക്കുവാണ്. അതിന് ശേഷമാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ബ്രെഡ് മിക്സ് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം തന്നെയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഈ ഒരു ബ്രെഡ് മിക്സിൽ ചിക്കൻ മുക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിന്നെയും നമ്മൾ ഈ ഒരു ബ്രെഡ് മിക്സ് കോട്ട് ചെയ്യും. അത് നമുക്കത് നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്രോസ്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ പുറം വശമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല, അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ പീസസ് ഓരോന്ന് എടുത്തിട്ട് ബ്രെഡ് മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പയ്യെ കൈയും കൊണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തണുത്ത വെള്ളം ഉണ്ടല്ലോ, ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക. പെട്ടെന്നൊന്ന് മുക്കിയെടുക്കുക, ഒരുപാട് നേരം ഒന്നും മുക്കി വെക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിന് ശേഷം നമുക്ക് പിന്നെയും ആ ഒരു ബ്രെഡ് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്യുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ കുടഞ്ഞെടുക്കുക. ആ ഒരു കുടഞ്ഞെടുക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മുരുമുരുന്നുള്ളൊരു എന്താ പറയുക, കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ ആവണമെന്നില്ല. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ചെയ്തതിൽ എനിക്കൊരു 90% എനിക്ക് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കി എല്ലാ പീസസും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിരിക്കണം. അത് ഇതുപോലെ തിളച്ച് പൊങ്ങണ ടൈപ്പിലായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ ആ ഒരു പെർഫെക്ഷൻ നമുക്കറിയാമല്ലോ. അതിൻ്റെ പുറം ഭാഗം എന്തോരം ക്രിസ്പി ആവും എന്നൊക്കെ നമുക്കറിയാൻ കാണുമ്പോൾ തന്നെ. അതാവുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ ഇറച്ചിയൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെയെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബ്രോസ്റ്റ് മിക്സ് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ മയോണൈസിൻ്റെ ഒരു മിക്സും കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ. അതും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു. ഇതും 500 ഗ്രാം മയോണൈസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. 100 ഗ്രാമാണ് ഇതിൻ്റെ ഒരു പൗഡർ. ഇതിലിവർ പറയുന്നത് എഗ്ഗ് ഫ്രീ പ്രിപ്പറേഷനും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് പൊട്ടിച്ച് ഇതിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ 500 ഗ്രാമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പൗഡർ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു 1/4 ഗ്ലാസോളം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നത് കൊണ്ട് ഞാൻ പാം ഓയിലായിരുന്നു ചേർത്തത്. അപ്പോൾ അത്ര ഒരു ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു വ്യത്യാസം തോന്നി. നമ്മൾ സാധാ ഉണ്ടാക്കുന്നതിലും വ്യത്യാസം തോന്നി പാം ഓയിൽ ചേർത്തപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.